ദൈവം പിറക്കുന്നു മനുഷ്യനല്ലേ മഞ്ഞു പെയ്യുന്ന മലമടക്കി ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം ഹല്ലേലൂയ 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 ദൈവം പിറക്കുന്നു മനുഷ്യനകത്തേനി മഞ്ഞു പെയ്യുന്ന മലമഴക്കി ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഇപ്പോൾ കിട്ടിയ വാർത്ത. കൊച്ചിയിലും പരിസരത്തും ബോംബ് സ്ഫോടനങ്ങൾ നടത്താനായി ഒളിച്ചു താമസിക്കുകയായിരുന്ന രണ്ടുപേരെ ഇന്നുച്ചയ്ക്ക് ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു ഇവരെ പിടികൂടിയത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. ക്രിസ്മസ് ദിനത്തിൽ ആരാധനാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കുമ്പോൾ ബോംബ് സ്ഫോടനം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 10 പേരടങ്ങുന്ന സംഘം കേരളത്തിലേക്ക് കടന്നെടുത്തതായി ഇന്റലിജൻസ് ബ്യൂറോ കേരള സർക്കാരിനെ മുന്നറിയിപ്പ് നൽകി. സംശയാസ്പദമായി ആരെ കണ്ടാലും ഉടനെ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് DGP ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. കർത്താവേ, ഇവന്മാർ നമ്മുടെ പള്ളിയിലും പണി തുടങ്ങിയോ? ഇവന്മാർ നല്ല പണിയെടുക്കാൻ ആളില്ലാഞ്ഞിട്ടാ. ഞാനോ മറ്റോ ഇറങ്ങി പോലീസിന്റെ തലപ്പത്ത്. ആയിരുന്നെങ്കിൽ നീ അങ്ങ് ഒലത്തിയാനെ. ആയിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അതാ ഈ പോലീസുകാർക്ക് ഇതേ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ പട്ടാളക്കാരെ കണ്ടു പഠിക്കണം. എവിടെ വേണമെങ്കിലും ചെന്ന് ഏതവനെ വേണമെങ്കിലും ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. ഒറിജിനൽ പട്ടാളക്കാരുടെ കാര്യത്തിൽ അത് ശരിയാ. ചില പേടിത്തൊണ്ടന്മാരുണ്ട് കൂട്ടത്തിൽ. അവരൊന്നും ഒരു ആവശ്യത്തിന് ഉപകരിക്കുകയില്ല. ഓടിച്ചോടാനേ അവര് നോക്കൂ. എടാ, അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. എന്തെന്നെ മൂക്കി കെട്ടിക്കളയോ? ഈ ഇച്ഛാൻ ഒരു പേടിച്ചോടിയാ. അതുകൊണ്ടല്ലേ കാർഗിൽ യുദ്ധസമയത്ത് വട്ട അവനെ ചൊളിച്ചോടിയ. അതെന്റെ ഇഷ്ടമാ, നീ പോടാവില്ലേ? അന്ന് എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ തെക്കേതിലെ വാസുവിന്റെ ഗതിയാമായിരുന്നു എനിക്കും. ഇന്ത്യൻ പട്ടാളക്കാരാണ് അന്ന് മരിച്ചു വീണത്. എന്റെ അന്നാമ്മയുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാ അന്ന് എനിക്ക് ആ ബുദ്ധി തോന്നിയത്. പൊതിഞ്ഞു കെട്ടിയ വാസുവിന്റെ ശവമഞ്ചത്തിൽ വീണ് കിടന്ന് അലമുറയിടുന്ന അവന്റെ ഭാര്യയുടെയും പിള്ളേരുടെയും മുഖം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അടക്കി പിടിച്ചിട്ടുള്ള ആ പാവങ്ങളുടെ തേങ്ങൽ നീയും കേൾക്കാറുള്ളതല്ലേ? എല്ലാവരും രാജ്യസ്നേഹി എന്ന് പറഞ്ഞു പുകഴ്ത്തും. പക്ഷേ നഷ്ടം അവനവന്റെ കുടുംബത്തിന് മാത്രം. ഞാൻ വെറുതെ ഒരു സ്പിരിറ്റിന് ഇച്ഛാനെങ്ങനെ ശരിയാക്കി എടുക്കുന്നേ. അമ്മച്ചേ, വൈൻ റെഡിയായില്ലേ? നിനക്ക് സമയമില്ലല്ലോ, അങ്ങനെ നീ ഇപ്പൊ കുടിക്കണ്ട. ഓ, ഈ അമ്മച്ചിയെ വൈൻ ഉണ്ടാക്കാൻ സഹായിക്കാത്ത കേറുവാ. എനിക്കല്ല അമ്മച്ചിയെ, ഇച്ഛാനാ. വന്നെടുത്തോടാ, എന്റെ കൈ ഒഴിവില്ല. ക്രിസ്മസ് നാളുകളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് കേരളത്തിലേക്ക് കടന്ന തീവ്രവാദികളെ പിടികൂടാനായി ആഭ്യന്തര വകുപ്പ് പ്രത്യേക ദൗത്യസേനയെ നിയമിച്ചു. ഡിവൈഎസ്പി രാംനാഥാണ് സംഘത്തലവൻ. കൊച്ചിയിൽ നിന്നും പിടികൂടിയ തീവ്രവാദികളെ ചോദ്യം ചെയ്യാനായി സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള
അച്ഛൻ അന്നേ പറഞ്ഞതാ, എസ്റ്റേറ്റ് നോക്കിയിരുന്നോളാൻ. കേട്ടില്ലല്ലോ.